35 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വെച്ച് പൂർണ്ണമായും ചിത്രീകരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം തുടങ്ങി. ബലൂൺ സിനിമയിൽ മുകേഷ് ആയിരുന്നു നായകനെന്ന് ഓർമ്മപ്പെടുത്തി മമ്മൂട്ടി കൊല്ലവുമായുള്ള തന്റെ ബന്ധത്തെ സ്മരിച്ചു. ഈ ചിത്രത്തിൽ ഇപ്പോൾ മമ്മൂട്ടി നായകനും മുകേഷ് സഹനടനുമാണ്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വന്നിറങ്ങിയ മമ്മൂക്കയെ സംവിധായകനും നിർമ്മാതാവും അണിയറ പ്രവർത്തകരും ചേർന്ന് ബൊക്കെ നൽകി സ്വീകരിച്ചു. കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ആരാധകരും ആവേശത്തോടെ സൂപ്പർസ്റ്റാറിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ കോളേജ് അധ്യാപകനായി വേഷമിടുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൗതുകത്തോടെ മമ്മൂട്ടി ഇങ്ങനെ പ്രതികരിച്ചു. കോളേജ് ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് കാലത്തിന് ശേഷം തോന്നുന്നു. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ. പുതിയ കാലാവസ്ഥകളാണല്ലോ കോളേജുകളിലൊക്കെ. അപ്പൊ അത് നമുക്ക് പക്ഷേ സിനിമയിൽ അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും പിള്ളേരെയൊക്കെ പുതുതായിട്ട് കാണുകയും പുതിയ പുതിയ പ്രേക്ഷകരുണ്ടാകുകയല്ലേ. അപ്പൊ അവരൊക്കെ ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാം. പിന്നെ ഈ സിനിമയുടെ ഒരു കഥ കംപ്ലീറ്റ് കലാലയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. കലാലയ രാഷ്ട്രീയം, കലാലയത്തിലെ പ്രശ്നങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല സിനിമയുടെ കഥ. സിനിമയുടെ കഥ അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. എന്നാലും ഉണ്ട്, ഇല്ലെന്നില്ല. കൊല്ലവുമായി ബന്ധത്തെ ബലൂൺ സിനിമയിലൂടെ മമ്മൂട്ടി സ്മരിച്ചു. ബലൂൺ എന്ന് പറഞ്ഞിട്ട് മുകേഷ് നായകനായിട്ട് അഭിനയിച്ച പടം ഈ ഭാഗത്തൊക്കെ ഇവിടെ താമസിച്ച് ഷൂട്ട് ചെയ്തതാണ്. പിന്നെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കുട്ടിസ്രാങ് കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താമസിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലത്ത് ഷൂട്ടിംഗ് വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല. കൊല്ലത്ത് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് കൊല്ലത്ത് ബലൂൺ ചിത്രീകരിക്കുമ്പോൾ മുകേഷായിരുന്നു നായകൻ. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ കഥ മാറി, കാലവും മാറി. മമ്മൂട്ടി നായകവേഷത്തിലും മുകേഷ് ഒപ്പവും. അന്ന് പിന്നെ എൻ്റെ ഫസ്റ്റ് ഫിലിമായിരുന്നു. അപ്പം അതിനകത്ത് നായക കഥാപാത്രം എന്നുള്ളത് ഞാനാണെങ്കിലും തുല്യപ്രധാനമായിട്ടുള്ള റോള് തന്നെയാണ് മമ്മൂക്ക അഭിനയിച്ചത്. CH മുഹമ്മദാണ് പേരിടാത്ത ചിത്രത്തിന്റെ നിർമ്മാതാവ്. പുലിമുരുകന് ശേഷം ഉദയന്റെ തിരക്കഥയിൽ പിറന്ന സിനിമ എന്ന പ്രത്യേകത കൂടി മമ്മൂട്ടി ചിത്രത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.